എയർ ട്രാവൽ. സോ ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂർ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിലെ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് എയർ ട്രാവൽ എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി ക്ലാസ്സുകളിൽ നമ്മൾ ചെറുതായി ഡിസ്കസ് ചെയ്തു. പിന്നെ അതുപോലെ റോഡ് ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എയർ ട്രാവലിലേക്ക് വരാം. എയർ ട്രാവൽ ജസ്റ്റ് അതിൻ്റെ ഹിസ്റ്റോറിക്കലി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്യാധുനികമായിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ആണ് നമുക്കിപ്പം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ലെവലിലേക്ക് എയർ ട്രാവൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഐഡിയ നൽകുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എയർ ട്രാവൽ നമുക്കറിയാം, ഏവിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏവിയേഷൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളുടെ വാതിൽ തുറക്കപ്പെട്ടത് തീർച്ചയായിട്ടും റൈറ്റ് ബ്രദേഴ്സിൻ്റെ എയ്റോപ്ലെയിനിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ്. സോ ഓൺ December 17, 1903, ഓർവിൽ ആൻഡ് വിൽബർ റൈറ്റ് capped 4 years of research and design efforts with a 120-foot 12-second flight at Kitty Hawk, North Carolina, the first powered flight in a heavier than air machine. So 1903 December 17th വിൽബർ റൈറ്റ് അതുപോലെ ഓർവിൽ റൈറ്റ്, ഈ രണ്ട് റൈറ്റ് സഹോദരന്മാർ, റൈറ്റ് ബ്രദേഴ്സ്, they invented ഒരു ഫ്ലൈറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി. അപ്പം അമേരിക്കയിൽ നോർത്ത് കരോലിന എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് അല്ലെങ്കിൽ ഇതാണ് അവരുടെ സ്വദേശം എന്ന് പറയുന്നത്. സോ ആ ഒരു കണ്ടുപിടുത്തമാണ് തീർച്ചയായിട്ടും ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം നമ്മുടെ ഏവിയേഷൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. സോ അതിനു മുമ്പ് പ്രയർ ടു ദാറ്റ് പീപ്പിൾ ഹാഡ് ഫ്ലോൺ ഓൺലി ഇൻ ബലൂൺസ് ആൻഡ് ഗ്ലൈഡേഴ്സ്. അതിനു മുമ്പ് ഈ ഹോട്ട് എയർ ബലൂൺസ്, ഹീലിയം ടൈപ്പ് ഓഫ് ബലൂൺസ്, നിങ്ങൾ പലപ്പോഴും പല വീഡിയോസുകളൊക്കെ കണ്ടിട്ടായിരിക്കും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ ബലൂൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാവൽസ്, അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലും ഇപ്പോഴും അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള ഈ ഹോട്ട് എയർ ബലൂൺസ് ആയിരുന്നു ആ സമയത്ത് ആളുകൾ ഫ്ലൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എയർ ട്രാവൽ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അതൊന്നും ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു മെത്തേഡാണ്. കാരണം ഈ പറയുന്ന പോലെ ഒരുപാട് ദൂരമൊന്നും സഞ്ചരിക്കാനായിട്ട് കഴിയില്ല. അപ്പം ഇവരുടെ ഒരു കണ്ടുപിടുത്തമാണ് ഈ ഏവിയേഷൻ മേഖലയ്ക്ക് ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയത് എന്ന് തന്നെ പറയാം. ദ ഫസ്റ്റ് പേഴ്സൺ ടു ഫ്ലൈ ആസ് പാസഞ്ചർ വാസ് ലിയോൺ ഡി ലാഗ്രാംഗെ, who rode with French pilot Henri Farman from the meadow outside of Paris in 1908. The first person to fly, ആദ്യത്തെ പാസഞ്ചർ എന്ന് പറയുന്നത് ലിയോൺ ഡി ലാഗ്രാംഗെ ആയിരുന്നു. ഒരു ഫ്രഞ്ച് പൈലറ്റായിട്ടുള്ള ഹെൻറി ഫാർമാൻ എന്ന് പറയുന്ന ഒരാളുമായിട്ട് 1908 ഫ്രാൻസിലാണ് ഇയാൾ ആദ്യമായിട്ട് പറന്നത്. പിന്നെ ചാൾസ് ഫർണസ് became the first American airplane passenger when he flew with Orville Wright at Kitty Hawk later that year. ഇനി ഫസ്റ്റ് അമേരിക്കൻ എയർപ്ലെയിൻ പാസഞ്ചർ എന്ന് പറയുന്നത് ചാൾസ് ഫർണസ് ആണ്. അദ്ദേഹം 1908 തന്നെ ഈ ഓർവിൽ റൈറ്റിൻ്റെ കൂടെ, റൈറ്റ് ബ്രദേഴ്സിലെ ഓർവിൽ റൈറ്റിൻ്റെ കൂടെ പറന്നിട്ടുണ്ടായിരുന്നു ആ വർഷം. സോ അങ്ങനെയാണ് അദ്ദേഹം ആദ്യത്തെ അമേരിക്കൻ പാസഞ്ചർ ആയി
മാറിയത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഫ്ലൈറ്റ് നമുക്കറിയാം ഓൺ December 17, 1903 ഓർവിൽ ആൻഡ് വിൽബർ റൈറ്റ് capped 4 years of research and design efforts with a 120-foot 12-second flight at Kitty Hawk. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഒരു വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച്, അതായത് നമുക്ക് ഭാവിയിൽ ഏറ്റവും അധികം ആൾക്കാർ ഉപയോഗിക്കാൻ പോകുന്ന ഒരു മോഡ് ഓഫ് ട്രാവലാണ് ഇത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മാനവരാശിക്ക് പകർന്നു നൽകിയത് തീർച്ചയായിട്ടും ഓർവിൽ ബ്രദേഴ്സാണ്. അപ്പോൾ ഈ ഒരു എഫേർട്ട് എന്നും സ്മരിക്കപ്പെടേണ്ടതാണ്. ഓക്കെ, ദി ഫസ്റ്റ് ഷെഡ്യൂൾഡ് എയർ സർവീസ് ബിഗാൻ ഇൻ ഫ്ലോറിഡ ഓൺ January 1, 1914. Glenn Curtis had designed a plane that could take off and land on water, and thus could be built larger than any plane to date because it did not need the heavy undercarriage required for landing on hard ground. അതായത് ആദ്യത്തെ എയർ സർവീസ്, ഷെഡ്യൂൾ ആയിട്ടുള്ള എയർ സർവീസ് ഫ്ലോറിഡയിൽ, അമേരിക്കയിൽ ഫ്ലോറിഡയിലായിരുന്നു. January 1, 1914. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ എയർ സർവീസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം ഈ റൈറ്റ് ബ്രദേഴ്സ് ഇത് ഇൻവെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ആളുകൾക്ക്, അതായത് ഒരു എല്ലാവർക്കും സഞ്ചരിക്കാവുന്ന ഉതകുന്ന രീതിയിൽ ഉള്ള ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. സോ ഓവർ ദി ഇയേഴ്സ് ഈ എയർലൈൻ ഇൻഡസ്ട്രിയിൽ വലിയ ഹാസ് ഇവോൾവ്ഡ് എ ലോട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നീ കാണുന്ന ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള എയർക്രാഫ്റ്റിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പം ഒരുപാട് ഇന്നോവേഷൻസിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ഇന്നോവേഷൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. റൈറ്റ് ഫ്രം ദാറ്റ് ഡിസ്കവറി ഓഫ് എയ്റോപ്ലെയിൻ. അപ്പം അത്തരത്തിലുള്ള ഇന്നോവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. For the airlines to attract passengers away from the railroads, they needed both larger and faster airplanes. They also needed safer airplanes. അപ്പോൾ ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആയാലും ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറയുന്നത് അതിൽ കയറുന്ന പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പം ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ റെയിൽ ഗതാഗതം എടുക്കുകയാണെങ്കിൽ, അതുപോലെ സീ റൂട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഷിപ്പ്, ബോട്ട്, എന്താണെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫായിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ഏവിയേഷൻ സെക്ടറിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ഏറ്റവും സേഫായിട്ട് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു എയർക്രാഫ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, they also needed safer airplanes. Accidents such as the one in 1931 that killed Notre Dame football coach and Nut Rocking along with 6 others kept people from flying. അപ്പോൾ തുടക്കത്തിൽ സ്വാഭാവികമാണ് എയർക്രാഫ്റ്റുകൾ അത്രത്തോളം ഒരു ക്വാളിറ്റി ഉള്ളതൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായി, അത് വലിയൊരു റവല്യൂഷൻ എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ എല്ലാവർക്കും ഫീസിബിളായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റ് എന്നുള്ളത് വലിയൊരു സ്വപ്നമായി ഇതിനകത്ത് സമയത്ത് തുടർന്നു എന്നുള്ളതാണ്. പിന്നെ ആളുകളെ ഇതിൽ നിന്നും അകറ്റിയത് ആ സമയത്ത് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള സർട്ടൺ ബാഡ് ഇൻസിഡൻസ് ആണ്. അതായത് ഈ എയർക്രാഫ്റ്റുകൾ തുടരെ ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നു. അപ്പോൾ ഇത് കുറേ പേര് അങ്ങനെ മരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്കിടയിൽ ഇത് വലിയൊരു ഭീതി പരത്തി, കാരണം ഇത് ഒട്ടും സേഫായിട്ടുള്ളൊരു ഓപ്ഷൻ അല്ല എന്നുള്ള രീതി. സോ അത് ഒരു വലിയ ചലഞ്ചായിരുന്നു. സോ എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ് റെസ്പോണ്ടഡ് ടു ദി ചലഞ്ച്. There were so many improvements to aircraft in 1930s that many believe it was the most innovative period in aviation history. Air-cooled engines replaced water-cooled engines, reducing weight and making larger and faster planes possible.
അപ്പോൾ ഈ ഒരു ചലഞ്ച് എയർക്രാഫ്റ്റ് മാനുഫാക്ചറേഴ്സ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. 1930s ആ ഒരു പീരീഡിലാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ഇന്നോവേഷൻസ്, അതായത് ഈ ഏവിയേഷൻ സെക്ടറിൽ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായത് ഈ 1930s ആ കാലഘട്ടമായിരുന്നു. എയർ കൂൾഡ് എൻജിൻസ് റീപ്ലേസ്ഡ് വാട്ടർ കൂൾഡ് എൻജിൻസ്. അപ്പോൾ വാട്ടർ കൂൾഡ് എൻജിൻസിന് പകരം എയർ കൂൾഡ് എൻജിൻസ് വന്നെന്നാണ് പറയുന്നത്. പിന്നെ റെഡ്യൂസിങ് വെയിറ്റ് ആൻഡ് മേക്കിംഗ് ലാർജർ ആൻഡ് ഫാസ്റ്റർ പ്ലെയിൻസ് പോസിബിൾ. അപ്പോൾ ഇത്തരത്തിലുള്ള എൻജിൻ വന്നതോടുകൂടി എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് കുറഞ്ഞു, അതുപോലെ തന്നെ ലാർജർ എയർക്രാഫ്റ്റ്സ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ എയർക്രാഫ്റ്റിന് കൂടുതൽ സ്പീഡ് ട്രാവൽ ചെയ്യാനുള്ള കാപ്പബിലിറ്റി കൈവരിക്കാൻ പറ്റുന്നുള്ളൂ. കോക്പിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓൾസോ ഇംപ്രൂവ്ഡ് വിത്ത് ബെറ്റർ altimeters, airspeed indicators, rate of climb indicators, compasses, and the introduction of artificial horizon, which showed pilots the altitude of the aircraft relative to the ground, important for flying in reduced visibility. അപ്പോൾ വലിയ രീതിയിലുള്ള ചലഞ്ചസ് അത് മറികടക്കാനുള്ളൊരു ശ്രമം ഈ എയർക്രാഫ്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരാൻ തുടങ്ങി. കോക്പിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ അതുപോലെ ബെറ്റർ ആൾട്ടിമീറ്റേഴ്സ്, അതായത് ഹൈറ്റ് മെഷർ ചെയ്യുന്ന, അതായത് എത്ര ഹൈറ്റിലാണ് ഇപ്പം എയർക്രാഫ്റ്റ് പറക്കുന്നത് എന്ന് മെഷർ ചെയ്യുന്ന ഡിവൈസാണ് ആൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും നല്ല രീതിയിൽ ഈ പൈലറ്റ്സിന് ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിവൈസസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. സോ അതും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചെന്നുള്ളതാണ്. പിന്നെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ് റേഡിയോ. അനദർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇനോർമസ് ഇമ്പോർട്ടൻസ് ടു ദ ഏവിയേഷൻ വാസ് റേഡിയോ. ഏവിയേഷൻ ആൻഡ് റേഡിയോ ഡെവലപ്ഡ് ഓൾമോസ്റ്റ് ഇൻ ലോക്ക് സ്റ്റെപ്പ്. മാർക്കോണി സെൻഡ് ഹിസ് ഫസ്റ്റ് മെസ്സേജ് അക്രോസ് ദി അറ്റ്ലാന്റിക് ഓൺ എയർവേസ് ജസ്റ്റ് 2 years ബിഫോർ ദ റൈറ്റ് ബ്രദേഴ്സ്. അതായത് ഈ റൈറ്റ് ബ്രദേഴ്സ് ഈ ഫ്ലൈറ്റ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ റേഡിയോയുടെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. By World War I, some pilots were talking radios up in the air with them so they could communicate with the people on ground. The airlines followed suit after the war, using radio to transmit weather information from the ground to their pilots so they could avoid storms. അപ്പോൾ ഈ റേഡിയോയുടെ കണ്ടുപിടുത്തത്തോടുകൂടി സ്വാഭാവികമായിട്ടും ഈ റേഡിയോ വേവ്സ് എങ്ങനെ ഏറ്റവും അനുകൂലമായ രീതിയിൽ എയർക്രാഫ്റ്റുകളിലെ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആക്കാനായിട്ട് എങ്ങനെ റേഡിയോ വേവ്സ് ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങി. അപ്പോൾ ഈ വേൾഡ് വാർ I സമയത്ത് some pilots they were taking radios up in the air with them so they could communicate with people on the ground. അപ്പം താഴെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനായിട്ട് ഈ വേൾഡ് വാർ I സമയത്തൊക്കെ പൈലറ്റ്സ് അവർ റേഡിയോസ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് മോഡേൺ എയർലൈനേഴ്സ്. ബോയിങ് ബിൽഡ് വാട്ട് ജനറലി ഈസ് കൺസിഡർഡ് ദ ഫസ്റ്റ് മോഡേൺ പാസഞ്ചർ എയർലൈനർ, ദ ബോയിങ് 247. അപ്പം ഇതിലൊരു വലിയ രീതിയിലൊരു ചേഞ്ച് ഉണ്ടാക്കിയത് ഈ ബോയിങ് എന്ന് പറയുന്ന കമ്പനിയാണ്. ദ ഫസ്റ്റ് മോഡേൺ എയർലൈനേഴ്സ് എന്നുള്ള ഒരു ടാഗ് അങ്ങനെയാണ് അവർക്ക് വരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കൊണ്ടുവരുന്നത് ബോയിങ് എന്ന് പറയുന്ന കമ്പനിയാണ്. ദ ഫസ്റ്റ് മോഡേൺ പാസഞ്ചർ എയർലൈനർ, ദ ബോയിങ് 247. ഇറ്റ് വാസ് അൺവെയിൽഡ് ഇൻ 1933. അപ്പോൾ 1933 ഈ ബോയിങ് എന്ന് പറയുന്ന കമ്പനി ബോയിങ് 247 എന്നുള്ള എയർക്രാഫ്റ്റ് മോഡൽസ് കൊണ്ടുവരുന്നത്. സോ അപ്പോൾ അതാണ് വലിയ രീതിയിലുള്ളൊരു ചേഞ്ച് കൊണ്ടുവന്നത്. ബേസ്ഡ് ഓൺ ദ ലോ വിങ് twin engine bomber with a retractable landing gear built for the military, the 247 accommodated 10 passengers and cruised at 155 miles per hour. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 155 miles per hour ആയിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് 10 പാസഞ്ചേഴ്സിന് ആ സമയത്ത് ഒരേ സമയം സഞ്ചരിക്കാമെന്നുള്ളതായിരുന്നു. പിന്നെ ക്യാബിൻ ഇൻസുലേറ്റഡ് ആയിരുന്നു ടു റെഡ്യൂസ് എൻജിൻ നോയ്സ് ലെവൽസ് ഇൻസൈഡ് ദ പ്ലെയിൻ. പ്ലെയിനിൻ്റെ ഉള്ളിലുള്ള വോയിസ് ലെവൽ അല്ലെങ്കിൽ നോയ്സ് ലെവൽ കുറയ്ക്കാനായിട്ട് അവർ ക്യാബിൻ ഇൻസുലേറ്റ് ചെയ്തു.
സോ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഫീച്ചേഴ്സ് ഇതിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ അപ്ഹോൾസ്റ്റേർഡ് സീറ്റ്സ്, പിന്നെ ഹോട്ട് വാട്ടർ ഹീറ്റർ ടു മേക്ക് ഫ്ലൈയിങ് മോർ കംഫർട്ടബിൾ ടു പാസഞ്ചേഴ്സ്. അപ്പോൾ പാസഞ്ചേഴ്സിന് സഞ്ചരിക്കാനായിട്ട് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും പതുക്കെ പതുക്കെ വന്നു തുടങ്ങി. അപ്ഹോൾസ്റ്ററി വർക്ക് ചെയ്ത സീറ്റുകൾ, അതുപോലെ ഹോട്ട് വാട്ടർ ഹീറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ eventually Boeing also gave the 247 variable pitch propellers that reduced takeoff distances, increased the rate of climb and boosted cruising speed. അതുപോലെ വാരിയബിൾ പിച്ച് പ്രൊപ്പല്ലേഴ്സ് ഇതും കൊണ്ടുവന്നു. ടേക്ക് ഓഫ്, അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് ഡിസ്റ്റൻസസ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ്, കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറഞ്ഞു. അതുപോലെ ക്ലൈംബ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി കൂടി. അതുപോലെ ക്രൂയിസ് ചെയ്യാനുള്ള സ്പീഡ്, എയറിൽ അവർക്ക് പറക്കാനുള്ള, ഫ്ലൈ ചെയ്യാനുള്ള സ്പീഡ് വളരെയധികം കൂടി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ജെറ്റ് എഞ്ചിനാണ്. നമുക്കറിയാം ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മൊത്തത്തിൽ വലിയ രീതിയിലുള്ള ചേഞ്ച് ഉണ്ടായതെന്ന് പറയുന്നത് ജെറ്റ് എഞ്ചിൻ്റെ കണ്ടുപിടുത്തമാണ്. ഐസക് ന്യൂട്ടൺ വാസ് ദ ഫസ്റ്റ് ടു തിയറൈസ് ഇൻ ദ 18th century that rearward channeled explosion could propel a machine forward at a great rate of speed. However, no one found practical application for the theory until Frank Whittle, a British pilot, designed the first jet engine in 1930. അപ്പോൾ ജെറ്റ് എഞ്ചിൻ്റെ ഒരു കണ്ടുപിടുത്തം ഏവിയേഷൻ സെക്ടറിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഫ്രാങ്ക് വിറ്റിൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പൈലറ്റാണ് ആദ്യമായിട്ട് എയർക്രാഫ്റ്റ്, ഒരു ജെറ്റ് എഞ്ചിൻ 1930 ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിനു മുമ്പ് ഈ ഐസക് ന്യൂട്ടൺ പോലെയുള്ള ആളുകൾ 18th century അതിൻ്റെ ഒരു തിയററ്റിക്കൽ ബേസിസ് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് പ്രാക്ടിക്കലി കൊണ്ടുവന്നത് ഈ ഫ്രാങ്ക് വിറ്റിൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പൈലറ്റായിരുന്നു. സോ even then, widespread skepticism about the commercial viability of a jet prevented Whittle's design from being tested for several years. പക്ഷെ ആ സമയത്തും ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി, ഈ ജെറ്റ് എഞ്ചിൻ്റെ പ്രാക്ടിക്കാലിറ്റിനെ പറ്റിയിട്ട് പൊതുവെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റഡാറാണ്. അനദർ ടെക്നിക്കൽ ഓർ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ് വിത്ത് എ മച്ച് ഗ്രേറ്റർ ഇമ്പാക്റ്റ് ഓൺ ദി വാർസ് ഔട്ട്കം and later on the commercial aviation was radar. British scientists had been working on a device that could give them early warning of approaching enemy aircraft even before the war began. And by 1940s, Britain had a line of radar transceivers along its east coast that could detect German aircraft the moment they took off from the continent. അടുത്ത ഒരു ഏവിയേഷൻ സെക്ടറിനെ വലിയ രീതിയിൽ റെവല്യൂഷനൈസ് ചെയ്ത ഒരു കണ്ടുപിടുത്തമായിരുന്നു റഡാറിൻ്റെ. നമുക്കറിയാം റഡാർസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഷിപ്പിലും അതുപോലെ ഫ്ലൈറ്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൂരെയുള്ള ഏതെങ്കിലും എനിമി നമുക്കെതിരെ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഡാർസ് യൂസ് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾസ് നമ്മൾ പോകുന്ന ഈ റൂട്ടിലുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പൊതുവെ റഡാർസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ ഈ നമ്മൾ സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ, എസ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ റഡാറിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഈ എനിമി എയർക്രാഫ്റ്റ്സിനെ ട്രാക്ക് ചെയ്യാനും സ്പോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ റഡാർ ഘടിപ്പിച്ചിട്ടുള്ള എയർക്രാഫ്റ്റുകൾക്ക് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ വൈഡ് ബോഡീസ് ആൻഡ് സൂപ്പർസോണിക്സ്. 1969 marked the debut of another revolutionary aircraft, the Boeing 747, which again Pan Am was the first to purchase and fly in commercial service. It was the first wide-body jet with two aisles, distinctive upper deck over the front section of the fuselage, and 4 engines, with seating for as many as 450 passengers. It was twice as big as any other Boeing jet and 80% bigger than the
ലാർജസ്റ്റ് ജെറ്റ് അപ്പ് അണ്ടിൽ ദാറ്റ് ടൈം, DC-8. അപ്പം 1969 ആണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്. ബോയിങ് 747 ബോയിങ് 747 എന്ന് പറയുന്ന ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഇൻവെൻഷൻ, അതും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഏവിയേഷൻ സെക്ടറിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. എസ്പെഷ്യലി പാസഞ്ചേഴ്സിൻ്റെ ക്യാരി ചെയ്യുന്ന കാപ്പബിലിറ്റി അത്രയധികം കൂടി എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ പറയുന്നത് ആസ് മെനി ആസ് 450 പാസഞ്ചേഴ്സ്, ഓൾമോസ്റ്റ് 450 പാസഞ്ചേഴ്സിന് വരെ ഈ 747 ബോയിങ് 747 ഫ്ലൈ ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. സോ അന്ന് നിലവിലുണ്ടായിരുന്ന ബോയിങ് ജെറ്റുകളുടെ ഇരട്ടി വലുപ്പമുള്ളായിരുന്നു. അതുപോലെ തന്നെ അവരെക്കാളും 80% വലിപ്പം കൂടുതലായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ഏറ്റവും വലിയ ജെറ്റ് എഞ്ചിൻ യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റ് എന്ന DC-8 ആയിരുന്നു. അപ്പോൾ അതിനേക്കാളും 80%-ലധികം വലിപ്പമുള്ളതും 2 ഇരട്ടി ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്നതുമായിട്ടുള്ള എയർക്രാഫ്റ്റ് ആയിരുന്നു ബോയിങ് 747. ഓക്കെ, പിന്നീടാണ് നമ്മൾ സൂപ്പർ സോണിക്സ് എന്ന് പറയുന്നത്. അതായത് സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ശബ്ദത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സൂപ്പർ സോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പറയുന്ന പോലെ സൂപ്പർ സോണിക്സ് ജെറ്റുകളാണ്. അതായത് ശബ്ദത്തേക്കാൾ വേഗതയിൽ നമുക്ക് വായുവിൽ സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം സ്പീഡിലായിരിക്കും ഈ എയർക്രാഫ്റ്റുകൾ പറക്കുന്നുണ്ടാവുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പം ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെയാണ് ഓവർ ദി ഇയേഴ്സ് ഈ ഒരു ഇൻഡസ്ട്രി വളരുന്നതിന് ഏറ്റവും അധികം സഹായകമായിട്ടുള്ളത്. സോ അതിലൂടെ ജസ്റ്റ് നമ്മളൊന്ന് കടന്നുപോയി. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.